ഗബ്രി ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മാപ്പ് കൊടുത്തിരിക്കുകയാണ് ജിൻഡോ. ഇന്നത്തെ ഒരു മോർണിംഗ് ടാസ്കിനിടയിൽ ഗബ്രിയോട് ക്ഷമിച്ചുകൊണ്ട് ജിൻഡോ കുറച്ച് കാര്യങ്ങൾ ഹൈലി ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഗബ്രി ഒരിക്കൽ ജിൻഡോനോട് പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ പ്രസ്ഥാനം ഞാൻ തകർക്കുമെന്ന്. ജിൻഡോ പറയുന്നു, ഒരു ദിവസം ഗബ്രി എന്നോട് പറഞ്ഞു, ഞാൻ ഗബ്രിയെ മോശമായി തൊട്ടുവെന്ന്. എന്റെ ഉള്ളിൽ കൊണ്ട വാക്കാണത്. ആ സമയത്താണ് ലാലേട്ടൻ ഞങ്ങളെ പുറത്താക്കുന്നത്. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പരസ്പരം ഹഗ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് ഗബ്രിയോട്, ദേഹത്ത് പോലും തൊടാത്ത ആളാണെന്ന്. ഇതെല്ലാം മനസ്സിൽ വെച്ച് വീണ്ടും ഗബ്രി ഇന്നലെ ടാസ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, എന്റെ അടുത്ത് വരരുത്, മുഖത്ത് തൊടരുത് എന്നൊക്കെ. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, എനിക്ക് എന്തോ പോലെയായി. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാനാകില്ല. ഒരു റിക്വസ്റ്റ് ആണിത്. ഞാനും ഒരു മനുഷ്യനാണ്, മജ്ജയും മാംസവും ഉള്ള ഒരു മനുഷ്യൻ. എനിക്ക് ഇമോഷൻസ് ഉണ്ട്. ഗബ്രിയോട് ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ഇനി ഇങ്ങനെയൊന്നും പറയാതെ ഇരിക്കുക എന്നും ജിൻഡോ ഗബ്രിയോട് പറയുന്നു. ഗബ്രി ജിൻഡോയുടെ ജിം തുടങ്ങുന്ന കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ജിൻഡോ ചെയ്ത കാര്യങ്ങളെയാണ് ഗബ്രി അനാവശ്യ പരാമർശങ്ങളിൽ കൊണ്ട് എത്തിച്ചത്. നമുക്കറിയാം, അത്തരത്തിലൊരു ഫേക്ക് അലിഗേഷൻ വന്നാൽ അത് അയാളുടെ കരിയറിനെയും ഫ്യൂച്ചറിനെയും പേഴ്സണൽ ലൈഫിനെയും എത്രത്തോളം ബാധിക്കുമെന്ന്. ഇതിപ്പോൾ ബിഗ് ബോസിനുള്ളിൽ ആയതുകൊണ്ടും ആ സിറ്റുവേഷൻ നമ്മൾ കണ്ടതുകൊണ്ടും നമുക്ക് ജിൻഡോന്റെ ഭാഗത്താണ് ശരിയെന്ന് പറയാം. നേരെ മറിച്ച് ഇത് റിയൽ ലൈഫിലായിരുന്നെങ്കിൽ അത്തരമൊരു ഫേക്ക് അലിഗേഷൻ അത് എത്ര ടോക്സിക് ആണെന്നും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.